പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ രണ്ട് ഭരണ തുടർച്ചകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം കേരളത്തിൽ ഇതുവരെയായും ഒരു വ്യക്തിയും ഇത്രത്തോളം ഭരിച്ചിട്ടില്ല. അതായത് 10 വർഷത്തോളമായി പിണറായി വിജയൻ എന്ന വ്യക്തി കേരളം ഭരിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ LDF വരും, എല്ലാം ശരിയാകും എന്നുള്ളൊരു വാക്യം ഉച്ചരിച്ചുകൊണ്ടാണ് LDF നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇല്ലെങ്കിൽ എന്തെല്ലാമാണ് പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് വേണ്ടി കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? കാരണം ഞങ്ങൾ ഇത് കൊണ്ടുവന്നു, അത് കൊണ്ടുവന്നു, ഇല്ലെങ്കിൽ മറ്റേത് കൊണ്ടുവന്നു, മറിച്ചത് കൊണ്ടുവന്നു പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ ചുറ്റിനും. പക്ഷേ ഇത് ഇവർ തന്നെയാണോ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി പത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും തന്നെയാണ് യഥാർത്ഥത്തിൽ. ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബിവറേജുകളായിരിക്കും. തീർച്ചയായിട്ടും ബിവറേജുകളുടെ കാര്യത്തിൽ മാത്രമാണ്. അതായത് കുറച്ചും കൂടെ ഒരു ചൂട് കാണിച്ചിരിക്കുന്നത്, ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിച്ചിരിക്കുന്നത് ആ ഒരു മേഖലയിൽ മാത്രമായിരിക്കും. കാരണം ഖജനാവ് നിറയ്ക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ബാക്കി ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് മെട്രോ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ മെട്രോ വന്നു, ഇപ്പോൾ വാട്ടർ ആംബുലൻസ് വന്നിട്ടുണ്ട്. അല്ല, കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ആശങ്കകൾ ഒരു കാര്യമാണ്. അതായത് ഇത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കുട്ടിയാണ്, അത് സംഭാവനയാണെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തതും അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും നിർമ്മിച്ച അവസാന ഘട്ടം വരെ എത്തിച്ചത് ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ് തീർച്ചയായിട്ടും. അതിനുശേഷം ഉദ്ഘാടനം ചെയ്തത് LDF സർക്കാരാണെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഇത് LDFന്റെ കഴിവാണെന്ന് പറഞ്ഞു വരുത്തുന്ന നിരവധി ആളുകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കൊച്ചി മെട്രോ എന്നുള്ളത് ആരുടേതാണെന്നുള്ളത് ചോദ്യം നിലനിൽക്കുകയാണ്. അടുത്തതാണ് വാട്ടർ മെട്രോ. വാട്ടർ മെട്രോയിലുള്ള സവിശേഷത എന്താണെന്ന് അറിയാമോ? വാട്ടർ മെട്രോ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. സാധാരണ എറണാകുളത്ത് സ്വാഭാവികമായി ആളുകൾ ബോട്ട് സർവീസ് നടത്താറുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു ബോട്ട് എടുക്കുന്നു, അതിലേക്ക് ഒരു മെട്രോ എന്നുള്ള രീതിയിലുള്ള സ്റ്റിക്കറൊക്കെ പതിപ്പിച്ച് ഒരു ഹൈ ക്ലാസ് ബോട്ട് ഇറക്കി അതിനെയാണ് നമ്മൾ വാട്ടർ മെട്രോ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്നത്. അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഒരു സാധാരണ നമ്മുടെ ഈ മെട്രോ ഉണ്ടല്ലോ, അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് വരത്തില്ല. കാരണം മെട്രോ പണിയാൻ നമ്മൾ ചിന്തിച്ചു നോക്ക്, പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരണം, അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ വരണം, റോഡിലേക്ക് തൂണുകൾ പണിത് അതിനുവേണ്ടി മാത്രമുള്ള സെപ്പറേറ്റ് വേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് വലിയൊരു നീണ്ടു നിവർന്ന ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു. 5 വർഷം കൊണ്ട് ആ ഒരു പാർട്ടി അത് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അതായത് പുതിയൊരു ഇംപ്ലിമെന്റ് ആയിരുന്നു, കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ ഈ വാട്ടർ മെട്രോ എന്നുള്ളത് ഒരു ബോട്ടിന്റെ ചിലവ് മാത്രമേ നമുക്കുള്ളൂ. അതിനുവേണ്ടി സെപ്പറേറ്റ് നമ്മൾ പാലം പണിയണ്ട, ഇല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കാൻ പുതിയ ആൾക്കാർ വരണ്ട. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ തടസ്സങ്ങളോ ഇതിനില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ എന്നാലും വാട്ടർ മെട്രോ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ബോട്ടുകൾ കൊണ്ടുവന്നു എന്നുള്ളത് ഇതിനകത്ത് നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ നേരിട്ട മഹാമാരികളും പ്രശ്നങ്ങളും അതിനെപ്പറ്റി ചിന്തിക്കണം. അതായത് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ പ്രളയം നേരിട്ടു, കൊറോണ നേരിട്ടു, നിപ്പ നേരിട്ടു, ഉരുൾപൊട്ടൽ നേരിട്ടു. അങ്ങനെയുള്ള പല പ്രതിസന്ധികളും നേരിട്ടിട്ടുള്ളത് നമ്മൾ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിലും സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എനിക്കൊന്നു നിപ്പയുടെ ഒരു കാലഘട്ടത്തിൽ നിപ്പ വന്ന സമയത്ത് കോഴിക്കോട് മാത്രമായിരുന്നു അതിന്റെ ഒരു പ്രശ്നം നിലനിന്നിരുന്നത്. കോഴിക്കോട് മലപ്പുറത്തും ആ ഒരു സമയത്ത് വളരെ നല്ല രീതിയിൽ ആരോഗ്യമന്ത്രി അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ആ സമയത്ത് ആരോഗ്യമന്ത്രിയായിരുന്നു ശൈലജ ടീച്ചറിന്റെ ഒരു പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിരുന്നു. പക്ഷെ ശേഷം ശൈലജ ടീച്ചറിന് വളരെയധികം മോശം പേരുകൾ കേട്ടിട്ടുണ്ട്. അതായത് കിറ്റുകളുടെ PPE കിറ്റിന്റെ കാര്യത്തിൽ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ LDF സർക്കാർ തന്നെയാണ് മാറ്റി നിർത്തിയത് തീർച്ചയായിട്ടും. കാരണം രണ്ടാം പിണറായി സർക്കാരില് പുതിയ ആൾക്കാർ തന്നെ വരണമെന്ന് പറഞ്ഞപ്പോഴും ആളുകളുടെ ഒരു പ്രതീക്ഷയായിരുന്നു ശൈലജ ടീച്ചർ തിരിച്ച് വരണമെന്നുള്ളത്. പക്ഷെ അവര് അതിനെ പോലും അവഗണിച്ചുകൊണ്ടായിരുന്നു സർക്കാർ തീരുമാനം. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശൈലജ ടീച്ചറെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് സാധ്യതകളും കൂടുതലായതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി തന്നെയാണ് എതിർത്തത് എന്നുള്ളൊരു വാർത്ത
വാർത്തയുണ്ട്, മാറ്റി നിർത്തപ്പെട്ടു. അത് മാത്രമല്ല നമ്മളിപ്പോ നിപ്പയിലേക്ക് എത്തിയ സമയത്ത് നിപ്പയിൽ നല്ല പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയേക്കാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ശൈലജ ടീച്ചർ. ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ LDF അങ്ങനെ മാറ്റി നിർത്തപ്പെടുകയാണെങ്കിലും ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയായിരുന്നു, പ്രവർത്തക എന്നുള്ള നിലയിലാണ് ശൈലജ ടീച്ചർ വന്നത്. തീർച്ചയായിട്ടും ആ ഒരു 5 വർഷം നന്ന ആരോഗ്യ രംഗത്ത് വളരെ മികച്ച ഒരു മുന്നേറ്റം കൈവരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ആ ഒരു നിപ്പ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തത്? ലോകത്തെ മുഴുവനും കൊറോണ വൈറസ്, ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച കൊറോണ വൈറസ് കീഴടക്കിയപ്പോൾ, കേരളത്തിൽ ഒരു വൈറസ് ഉണ്ടാക്കിയപ്പോൾ അത് കേരളത്തിൽ പോലും പടർന്നു പിടിക്കാതെ ഹാൻഡിൽ ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമുക്ക് എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും ആ സമയത്ത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ എന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനെപ്പറ്റി നമുക്ക് ദീർഘമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം ശൈലജ ടീച്ചർ അത്രത്തോളം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അടുത്തൊരു ഘടകമാണ് നമ്മുടെ ഫ്ലഡ്, പ്രളയം വന്ന സമയത്ത്. പ്രളയമുള്ള ഒരു സമയത്താണെങ്കിൽ പോലും പ്രളയം നമ്മൾ എല്ലാവരും അനുഭവിച്ച ഒരു കാര്യമാണ്, എല്ലാ സംസ്ഥാനവും അനുഭവിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത്. പക്ഷെ പ്രളയം എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും അതിനെ അതിജീവിച്ചു. പക്ഷെ അതിജീവനത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എന്താണ് ഉള്ളതെന്നുള്ളത് നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം പിണറായി സർക്കാരിന്റെ ഒരു നമ്മളിപ്പോ ഒരു പ്രളയം വന്ന സമയത്താണെങ്കിലും ഒരുപാട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തി. അവിടെ ഒരുപാട് സജ്ജീകരണങ്ങൾ ആവശ്യമായിരുന്നു. അവിടെ എല്ലാവരും രാപ്പകലില്ലാതെ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇപ്പൊ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, രാപ്പകലില്ലാതെയാണ് അവിടെ കഷ്ടപ്പെട്ടത്. പക്ഷെ അതിനകത്താണെങ്കിലും നമ്മൾ സാധാരണ ജനങ്ങളടക്കം ആ സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളൊരു കാര്യം. അത് രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, മനുഷ്യനെ മാത്രം സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഒരു കൂട്ടം നല്ല ആളുകളായിരുന്നു അതിനകത്തുള്ളത്. കാരണം ഓരോ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന, അവിടെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്, ക്യാമ്പുകൾ മാത്രമല്ല ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി. ഒരു രാഷ്ട്രീയം എന്നതിന് ഉപരിയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് മത്സ്യത്തൊഴിലാളികളാണ് ആ ഒരു സമയത്ത് നമുക്കൊക്കെ സഹായിക്കാൻ എത്തിയത്, ബോട്ടായിട്ട് എത്തിയത്. അത് ഓരോ ആളുകളെ നമ്മൾ എടുത്തു പറയണം. കാരണം വണ്ടികളായി വന്നവര്, ബോട്ടുകളായിട്ട് വന്നവര്, ആഹാരവുമായി വന്നവർ, വസ്ത്രങ്ങളായിട്ട് വന്നവര്. ഈ വസ്ത്രങ്ങളും നമ്മൾ അപ്പം മേടിക്കുമല്ലായിരുന്നു, നമ്മുടെ കയ്യിലുണ്ടായിരുന്നതിനെ നമ്മൾ എത്തിക്കുകയായിരുന്നു ഓരോ സ്ഥലത്തേക്ക്. അതിൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സർക്കാർ എന്താണ് ചെയ്തത്, അതായത് അവർ ചെയ്തത് അതായത് ആളുകൾ ചെയ്തത് ഈ ഒരു ലെവലിലും സർക്കാർ ചെയ്തത് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം സർക്കാർ എപ്പോഴും പല സ്ഥലങ്ങളിലും ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഓഫ് റോഡ് വണ്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം വെള്ളത്തിലാണെങ്കിലും ആ വണ്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ റണ്ണാക്കുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ഈ വണ്ടികൾ ഉപകാരപ്പെടുമായിരുന്നു. പക്ഷേ അതിന് പോലും റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുള്ള ഒരു സംവിധാനം ആ സമയത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഈ പ്രളയ സമയത്ത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ അടുത്തതായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട ഉരുൾപൊട്ടലായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇതുവരെ നമ്മൾ അവിടുത്തെ ആ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ അതിജീവിച്ചിട്ടില്ല അവിടുത്തെ ജനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം അവരൊക്കെ തന്നെ വാടകയ്ക്കാണ് ഇപ്പോഴും താമസിക്കുന്നത്. അവരുടെ ടൗൺഷിപ്പ് വരുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പണികൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ആ ഒരു സമയം ഇപ്പോഴും ആ ഒരു വയനാടിന്റെ പ്രശ്നത്തിലാണെങ്കിലും അതായത് കോൺഗ്രസ് ആണെങ്കിലും LDF ആണെങ്കിലും തന്നെ രണ്ടുപേരും മത്സരിക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും സ്വന്തം ഉത്തരവാദിത്തത്തിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഒരു ഭാഗത്ത് പോകുന്നത്. അപ്പൊ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ പിണറായി സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അവരൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത്, അവർക്കൊന്നും കൃത്യമായ വാടക കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ ജോലി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. കാരണം എല്ലാം തന്നെ നമ്മൾ അത്രയും കാലം സമ്പാദിച്ചത് എല്ലാം തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിജീവിക്കാൻ ഒരുപാട് നമ്മൾ സാധാരണക്കാരാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് സഹായങ്ങളുമായിട്ട് എത്തിയത്. തീർച്ചയായിട്ടും നമ്മൾ അന്നത്തെ ആ ഒരു ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം സ്കൂളുകളിലാണെങ്കിലും മറ്റു ക്യാമ്പുകളിലൊക്കെ ആണെങ്കിലും നിരവധി അതുപോലെ ആഹാരമായിട്ടുള്ള പരമായിട്ടുള്ള വസ്ത്രങ്ങളാണെങ്കിലും അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ എന്താ പറയുക ഗോഡൌണ് പോലെ അത്രയ്ക്ക് സാധനങ്ങളായിരുന്നു, കണക്ക് പോലും ഉണ്ടായിരുന്നില്ല അതിന്. തീർച്ചയായിട്ടും. മാത്രമല്ല എനിക്ക് ഇപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ആ സമയത്ത് പോലും അവിടുന്ന് ഈ മറ്റ് പാർട്ടിയിലുള്ള അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകാർ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഫുഡ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം അവിടെ എത്രത്തോളം ഹൈജീൻ ഉണ്ടെന്നറിയില്ല, അല്ലെങ്കിൽ ആ ഫുഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല എന്നുള്ളതിന്റെ പേരിൽ വേറെ ആളുകൾ കൊടുത്തിട്ടുള്ള മറ്റു പാർട്ടിക്കാരായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം, അവർ കൊടുക്കുന്ന ഫുഡ് വയനാട്ടിൽ കൊടുക്കേണ്ട, ആരോഗ്യ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ഫുഡ് കൊടുക്കേണ്ട, സർക്കാരിന്റെ ഫുഡ് മാത്രം കൊടുത്താൽ മതി എന്നുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു സർക്കാരായിരുന്നു ഇത്. അതായത്
ഹൈജീന്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ആ ഒരു സമയത്ത് പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആളുകൾ അത് എന്നിട്ട് അവിടെ ഫുഡ് അന്ന് കൊടുത്തില്ല, പുറത്തുനിന്നുള്ള ആരും കൊടുത്തില്ല. എന്നിട്ട് അന്ന് കൃത്യമായിട്ട് അവർക്ക് ആർക്കും തന്നെ, അതായത് രക്ഷാപ്രവർത്തനം വന്നവർക്ക് പോലും അവിടെ കൃത്യമായിട്ട് അന്ന് ഫുഡ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി ഇന്നും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് ന്യൂസ് വായിച്ചാണ്. അതായത് അന്ന് അവർക്ക് കൃത്യമായിട്ട് ഫുഡ് എത്തിയില്ല. അതിനുശേഷം ഈ വേണ്ട എന്ന് പറഞ്ഞവർ തന്നെയാണ് ഫുഡ് തിരിച്ചെത്തിച്ച്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ സുരക്ഷാ സേനകൾക്കൊക്കെ ഫുഡ് കൊടുത്തതും അവർ തന്നെയാണ്. അപ്പം അത്തരത്തില് പല പ്രശ്നങ്ങളും, അതായത് സ്വന്തം തന്നെയാണ് അവിടുത്തെ ഇപ്പോ നമ്മളൊരു ഇത്ര എമൗണ്ട് ഇതിനു വേണ്ടി മാറ്റിവെക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണക്കുകൾ എത്രമാത്രം നമുക്ക് ആ ഒരു വിഷയത്തിൽ ലഭിച്ചു, പൈസ എത്ര ലഭിച്ചു എന്നുള്ള കണക്കുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അത് വേറൊരു കാര്യമാണ്. മാത്രമല്ല കുട്ടികൾ വരെ ഇങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു ഇത് എത്രത്തോളമാണെന്ന്, ഒരു അതിലേക്ക് എത്ര പണം എത്തി, അതിൻ്റെ ഉള്ള ഒരു സ്വകാര്യത അല്ലെങ്കിൽ സ്വീകാര്യത അങ്ങനെ ഒരു ഇതുണ്ട്. അതിനെപ്പറ്റി ഒന്നും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇപ്പോഴും ജനങ്ങൾക്കില്ല എന്നുള്ളത് ഏറ്റവും വിഷമകരമായ കാര്യമാണ്. ഇനി അടുത്തതായിട്ട് വിഴിഞ്ഞം പദ്ധതിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വിഴിഞ്ഞം പദ്ധതി തീർച്ചയായിട്ടും ഒരു വിഭാഗം പറയുന്നു അത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണെന്ന്, അത് 1990-കളിലെ തുടങ്ങിയ ഒരു പദ്ധതിയാണെന്ന്. തീർച്ചയായിട്ടും അതിനകത്തും പക്ഷെ ക്രെഡിറ്റ് പിണറായി സർക്കാരിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ആരുടെയാണെന്നുള്ളത് ഇപ്പോഴും നമ്മൾ വ്യക്തമാകുന്നില്ലെങ്കിൽ പോലും അതിനകത്തും പിണറായി സർക്കാരിന്റെ ക്രെഡിറ്റ് ഉണ്ട്. ഈ പിണറായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉമ്മൻചാണ്ടി ബാക്കി വെച്ച് പോയതാണ്. എല്ലാം തുടങ്ങാനാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ട്. അത് പിന്നീട് അത് ആ ഒരു തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോകും, പിന്നെ അത് അവസാനിക്കുകയും ചെയ്യും. അവസാനിച്ചു കഴിയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവന് പിണറായി സർക്കാരിന് ചെയ്യും. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ സംസാരിക്കാം. കാരണം ഇപ്പോൾ ഇത്തെ ക്രെഡിറ്റുകൾ മുഴുവൻ പറഞ്ഞു. ഇനി കേരളത്തിൽ നടപ്പാകാത്ത പല പ്രശ്നങ്ങളും പദ്ധതികളും കാര്യങ്ങളും ഉണ്ട്. അതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെ മുഖ്യമന്ത്രി തന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിന് ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യമാണ് ലോട്ടറിയുടെ കാര്യം. കാരണം ഖജനാവിലേക്ക് എല്ലാവരും ഇപ്പോഴും വിചാരിക്കും ഖജനാവിലേക്ക് പണം എത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ആയിരുന്നു മദ്യം എന്നുള്ളത്. പക്ഷെ മദ്യത്തിനേക്കാൾ അപ്പുറം സാധാരണക്കാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ലോട്ടറി എന്നുള്ളത്. ആ ലോട്ടറിയുടെ വില കൂട്ടി സാധാരണക്കാരായ ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ച്, അതുപോലെ തന്നെ ലോട്ടറിയിൽ പണത്തിനകത്ത് വില കൂട്ടുകയും സമ്മാനത്തുകയിൽ മാറ്റം വരുത്തുന്നതിലൂടെയും അവർ വീണ്ടും ഈ ലോട്ടറി വെക്കുന്ന ചെറുകിട വ്യവസായികളെ വളരെ വലിയ രീതിയിൽ ഇത് അവരെ പറ്റിക്കാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതായത് ചെറുകിട വ്യവസായികളെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ലോട്ടറി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ആ ഒരു വിൽപ്പനയിലേക്ക് പോകുന്നത് കുറച്ച് അംഗവൈകല്യമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കുറച്ച് പേരാണ് കൂടുതലായിട്ടും ആ ഒരു തൊഴിലിനെ ആശ്രയിക്കുന്നത്. ഇപ്പോഴും എത്ര അധികം ആളുകളാണ് അതിന്റെ പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവർക്ക് എത്ര പരാതി കൊടുത്തിട്ടും, അവരെ കയറി ഇറങ്ങി പരാതി കൊടുത്തിട്ടും ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇലക്ഷൻ വന്ന സമയത്തേക്ക് ഇപ്പോൾ കാണുന്ന ഒരു പ്രവണതയാണ് ഈ നാട്ടിലെ പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ ടാർ ചെയ്യുക. അത് പകുതി കിട്ടിച്ച് വെച്ചേക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ടാറുകൾ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും വെള്ളം പണിയാൻ വേണ്ടി കുടിവെള്ള പദ്ധതി അത് പൊളിച്ചിടും. പക്ഷെ അതിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുകയില്ല. അതങ്ങനെ കിടക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാട് മാത്രമാണ്. ഇപ്പൊ ഭയങ്കര സ്നേഹം എല്ലാം കാണിക്കുന്നുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടുത്തതാണ് വന്യജീവികളുടെ ആക്രമണത്തിനെതിരെ ഇതുവരെയായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം ഇന്ന് ഈ ഒരു വർഷം തന്നെ 4-5 അതിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിനെതിരെ. എന്നിട്ട് പോലും ഇതുവരെയും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നതിന് സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു വസ്തുതയാണ് KSRTC നോക്കുകയാണ്. KSRTC ഇപ്പോഴും വളരെയധികം നഷ്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് KSRTCയുമായി ബന്ധപ്പെട്ട കേസുകൾ, മരണങ്ങളാണെങ്കിലും മറ്റ് ആക്സിഡന്റ് ആയിട്ടാണെങ്കിലും ഒരുപാട്, അതായത് ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല KV ഗണേഷ് കുമാർ സാർ തിരിച്ചു വന്നതിനായിട്ട് പല നല്ല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊന്നും പ്രാവർത്തികമാക്കാൻ സർക്കാർ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ഭയങ്കര കർശനമാക്കും, വണ്ടിയുടെ ഫിറ്റ്നസ് പരിശോധിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രാവർത്തികമാണെന്ന് കാണുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ അടുത്ത് ഒരു ശക്തമായ 2 വണ്ടികൾ കൂട്ടിയിടിച്ച് 2 വണ്ടികൾക്കും വലിയ പരിക്കുകൾ സംഭവിച്ചായിട്ടുള്ള റിപ്പോർട്ട് ചെയ്തു. അതിന് മാത്രമല്ല ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ ടയർ
വയർ ഊരിപ്പോയിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും KSRTC ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ പോലീസുകാർ കൂടുതലായിട്ടും നമ്മൾ ഈ സാധാരണ ജനങ്ങളെ എന്തെങ്കിലും പെറ്റിയടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതായത് KSRTC ബസ്സുകളൊക്കെ കൃത്യമായ രീതിയിലാണോ അതിന്റെ ഓയില് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഫിറ്റ്നസ് എല്ലാം ഇതിപ്പോ നമ്മൾ സാധാരണക്കാരെ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ അവർക്കും അതിൻ്റെതായ കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി കുറച്ചും കൂടെ കൂടുതലായിട്ട് കാര്യമായിട്ടല്ലേ നോക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തതാണ് ഇപ്പൊ പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. കാരണം ഈ കഴിഞ്ഞ ദിവസം 2 കേസുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ദളിത് സ്ത്രീയെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ബിന്ദു എന്ന സ്ത്രീയെ പേരൂർക്കടയല്ല, അത് തിരുവനന്തപുരത്തായിരുന്നു പേരൂർക്കട. അതില് മുഖ്യ കാരണം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതിന് കൂടുതലായിട്ടും നേതൃത്വം വഹിച്ചിരിക്കുക. കാരണം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് ഈ ഒരു കേസിൽ പ്രധാനമായും ഉള്ളത്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല, ഒന്നും നടത്തിയിട്ടില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നമ്മൾ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെല്ലാം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, സ്വാതന്ത്ര്യം. അതാണ് അവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അത് ദളിത് സ്ത്രീക്കാണ് ഇത് ഒരു ഇത്തരത്തിലുള്ള ഒരു അപമാനം സംഭവിച്ചിരിക്കുന്നത്. അവിടെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അടുത്തത് മറ്റൊരു സംഭവമായിരുന്നു പത്തനംതിട്ടയിൽ സംഭവിച്ചത്. ഒരു യുവാവല്ല 50 വയസ്സുള്ള ഒരു ചേട്ടൻ, അദ്ദേഹത്തെ കഞ്ചാവ് വലിച്ചു എന്നുള്ള പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനു ശേഷം കുറച്ചു നാൾ അതിനെ വിട്ടയച്ചതിന് ശേഷം ഇദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷെ ആത്മഹത്യ ചെയ്തതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ 4 വാരിയലുകൾ ഒടിഞ്ഞതായിട്ടും ചന്തിയിൽ മറ്റേ ലാത്തി കൊണ്ട് ഏറ്റ പാടുകൾ, അത് അത്തരത്തിലുള്ള പാടുകളും ഉണ്ടെന്നും ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ആരോപിച്ചിട്ടുണ്ട്. പോലീസ് ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് മകൻ തിരിച്ചു വന്നിട്ടില്ല എന്ന് അമ്മ തന്നെ പറയുന്നു. പിറ്റേ ദിവസം മകൻ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള നടപടികൾ പോലീസ്. പത്തനംതിട്ടയിൽ വേറൊരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ വനം വകുപ്പിന്റെ ഒരു എന്താ പറയാ കയ്യേറ്റം എന്നുള്ള രീതിയിൽ വനം വകുപ്പ് തന്നെ ഇത്തരത്തിൽ വല്ല നമ്മളിപ്പോ മൃഗങ്ങളൊക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് വരികയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു മത്തായി എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ കൊണ്ടുപോവുകയും ചോദ്യം ചെയ്യാൻ കൊണ്ടുപോവുകയും പിന്നീട് ആ ചേട്ടനെ കാണാതാവുകയും ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പിന്നെ ഇവരൊരു കേസ് കൊടുക്കുക, വീട്ടുകാരൊരു കേസ് കൊടുക്കുകയും പിന്നെ പറമ്പിന് അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് അദ്ദേഹത്തെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അതിൽ പ്രധാന പ്രതി എന്ന് പറയുന്നത് പോലീസ് തന്നെയാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടിയെന്നു, പക്ഷെ എന്തുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു കേസും ഇതുവരെ ഒരു തീരുമാനം എടുത്തു. അപ്പൊ പോലീസ് തന്നെ കുറ്റവാളികളാകുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ വില്ലനായിട്ടുള്ളത് പോലീസുകാരായിട്ട് തുടരും സിനിമയൊക്കെ കണ്ടത്. ആ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അതായത് ജീവിതത്തിലും കാണാൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും. അപ്പൊ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അവർക്കെതിരെ ഒരു നല്ല നടപടി സ്വീകരിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. മാത്രമല്ല ഇനി പോലീസിന്റെ കാര്യത്തിൽ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മറ്റൊരു കാര്യമാണ്, ഈ വർഷം ഏകദേശം ഒരു 7 പോലീസെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുള്ള കേസുകളുണ്ട്. പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നത്, അതായത് പോലീസിന്റെ ഭാഗത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തുണ്ടാകുന്ന പ്രഷർ മൂലം ആത്മഹത്യ ചെയ്തിട്ടുള്ള നിരവധി പോലീസുകാരുണ്ട്. അവർക്ക് നമ്മുടെ കോട്ടയം ജില്ലയിലാണെങ്കിൽ തന്നെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം അവർക്ക് അവരുടേതായ രീതിയിലൊരു നടപടി സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പോലീസുകാർക്ക്. അത് അവർ തന്നെ നമ്മളോട് തുറന്നു പറയുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പൊ ഷൈനയുടെ കേസാണെങ്കിലൊക്കെ തന്നെ നമുക്കൊരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല. കാരണം മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ നീതിക്ക് വേണ്ടി ഒരു സ്ത്രീയുടെയും കണ്ണീര് ഈ ഒരു ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ഒരിക്കലും വീഴരുത് എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ മറ്റു ഉദ്യോഗസ്ഥർ ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നവരെയും എന്താ പറയാ തടയിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് മേലുദ്യോഗസ്ഥർ നടക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നല്ലത് ചെയ്യുന്നതിനെ കണ്ടുപിടിച്ച് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരു എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് പിണറായി സർക്കാരിന്റെ ആദ്യകാലങ്ങളിലായിരുന്നു. അതായത് പിണറായി സർക്കാർ ആദ്യമായിട്ടെന്നല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഓഫീസിൽ അദ്ദേഹം ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്യാമറ അല്ല, ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അങ്ങനെ ഓക്കെ. അപ്പം ആ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതായത് സ്വകാര്യതയല്ലാതെ മറ്റ് അദ്ദേഹം എന്തും പബ്ലിക്കായിട്ട് കാണിക്കാൻ എന്താണ് ഓഫീസിൽ നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി എല്ലാ ജനങ്ങൾക്കും കാണാനുള്ള ഒരു റൈറ്റ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു ആ ക്യാമറയിലൂടെ. പിണറായി വിജയൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ ക്യാമറകൾ മുഴുവനും എടുത്തു മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു പ്രവൃത്തി എന്ന് പറയുന്നത്. ക്വാളിറ്റി അത് തന്നെ. അപ്പൊ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം
അതിനുശേഷം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഈ ധാർഷ്ട്യ സ്വഭാവം അത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. പലപ്പോഴും അത് അദ്ദേഹത്തിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് പോവുകയും അത് മാധ്യമങ്ങൾക്കിടയിലേക്ക് ചിത്രീകരിക്കാനുള്ള കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം പറയാം. ഒന്ന്, മൈക്ക് കേടായതിന് മൈക്കിന് കേസ് കൊടുത്തത്. രണ്ട്, കറുത്ത ഡ്രസ് ഇടാൻ പറഞ്ഞ കറുത്ത മാസ്ക് ധരിക്കാൻ പാടില്ല, അങ്ങനെയുള്ളത്. മുഖ്യമന്ത്രി വരുമ്പോഴത്തേക്കും എല്ലാവരും എണീറ്റിരിക്കണം, നിശബ്ദരായിരിക്കണം. കുട്ടികളോട് സംസാരിക്കാൻ പോലും അവരോട് അടുത്ത ചോദ്യം ചോദിക്കാൻ മതി, നിർത്ത്, ധാർഷ്ട്യത്തോടെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്ത ഭരണവും നമ്മളെ വലിയ രീതിയിൽ കുഴപ്പിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ മാസപ്പടി വിവാദം, അതുപോലെ വീണ വിജയന്റെ കേസുകള്, തീർച്ചയായിട്ടും മരുമോനായ രാഷ്ട്രീയ പ്രവർത്തകനുമുണ്ട്. എല്ലാം തന്നെ ഇപ്പോഴും തെളിയാതെ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നും തന്നെ മുഖ്യമന്ത്രിക്ക് ഒന്നും സംസാരിക്കാനില്ല എന്നുള്ള കാര്യമാണ്. എന്റെ മകളായതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കേസിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു ഇപ്പൊ പറഞ്ഞു തന്നെ മറ്റേ ദളിത് സ്ത്രീക്ക് നേരെ ഉണ്ടായ പ്രശ്നത്തിലാണെങ്കിലും അദ്ദേഹം ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അവരുടെ ഇപ്പോൾ ഈ ഒരു പിണറായി സർക്കാരിന്റെ മുമ്പോട്ടുള്ള യാത്ര എന്നുള്ള രീതിയിൽ അവർ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും എല്ലാം തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പിണറായി സർക്കാരിന്റെ ഒരു നല്ല ഗുണങ്ങളും മോശം ഗുണങ്ങളും ഒക്കെയാണ് ഞങ്ങളിപ്പോ പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാനും ഇതിനെ പറ്റിയൊക്കെ ദീർഘമായി തന്നെ നിങ്ങൾക്കും അറിയാം, നമ്മളൊക്കെ നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പം അടുത്തൊരു ഇലക്ഷൻ വരുന്ന സമയത്ത് ആർക്കാണ് ഇനി വോട്ട് ചെയ്യേണ്ടതെന്നും ആരാണ് ഇനി പ്രധാനമായിട്ടും വരേണ്ടതെന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇതെല്ലാം പരിശോധിച്ച് ഇപ്പം ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് വേണം അടുത്ത ഒരു വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്.